എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഇന്ത്യ അഴിച്ചുവിട്ട ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന, അതായത് പെഹൽഗാമിൽ കൊല്ലപ്പെട്ട 28ഓളം നിരപരാധികളായ ടൂറിസ്റ്റുകൾക്ക് അവരുടെ ജീവനെയും നീതി ലഭിക്കുന്ന തരത്തിൽ ഇന്ത്യൻ സർക്കാർ അഴിച്ചുവിട്ട ഓപ്പറേഷൻ സിന്ദൂറിൽ ഭവൽപൂരിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഭസ്മമാക്കി ഇന്ത്യ. ഏകദേശം ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ് ക്വാർട്ടർ ഏകദേശം 500 ഏക്കർ ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 500 ഏക്കർ ഭൂമി ഇന്ത്യ ഭസ്മമാക്കി എന്ന് വെച്ചാൽ ഒരു പൊട്ടിപ്പോലും അവിടെ കിടാനില്ല. അതായത് അവിടെയുള്ള സിവിലിയൻസിന് ഒരു ഡാമേജും ഇല്ലാതായാണ് ഇന്ത്യൻ സർക്കാർ അവിടെ അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നത്. ഇത് കറക്റ്റ് പ്രിസിഷൻ മിസൈൽസ് ഉപയോഗിച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തത്. അതായത് കറക്റ്റ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയിട്ട് കറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നത്. അതായത് ഇത് ഒരു ഇൻഡോ ഇസ്രായേൽ ഒരു സംരംഭമാണ് ഈ സാധനം, ഈ പ്രിസിഷൻ മിസൈൽ എന്ന് പറയുന്ന സംഭവം. അതായത് രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും ഇസ്രായേലും ഒരുമിച്ചുണ്ടാക്കിയെടുത്ത സാധനമാണ്. അതാണ് കറക്റ്റ് അവിടെ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഭവൽപൂരിലെ ഹെഡ് ക്വാർട്ടേഴ്സ് ഭസ്മമാക്കിയത്. ഈ ഭസ്മമാക്കിയതിൽ അതായത് ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസറിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഏകദേശം 16ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ ഒഫീഷ്യലി സ്ഥിരീകരിച്ചാണ്. പാകിസ്ഥാൻ്റെ ഗവൺമെൻറ്റോ പാകിസ്ഥാൻ ആർമി സ്ഥിരീകരിച്ചില്ല. ഇത് മസൂദ് അസർ തന്നെ വന്നിട്ട് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞ് പൊട്ടിക്കരയുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മസൂദ് അസറിൻ്റെ ഫ്രണ്ട് അബ്ദുൾ റൌഫ് അസർ ഈ അറ്റാക്കിൽ കൊല്ലപ്പെട്ടു എന്ന്. ഈ അബ്ദുൾ റൌഫ് അസർ ഉണ്ടല്ലോ, വലിയൊരു കൊടും തീവ്രവാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 1999 കാണ്ഡഹാറിലെ വിമാനം റാഞ്ചിയിലെ എയർലൈൻസ് IC 814 എയർലൈൻസൊക്കെ റാഞ്ചിയില്ലേ, ആ സമയത്ത് അതിൻ്റെ മാസ്റ്റർ മൈൻഡായിരുന്നു ഈ അബ്ദുൾ റൌഫ് അസർ, മസൂദ് അസറിൻ്റെ ബ്രദർ. പിന്നെ അത് മാത്രമല്ല, ഈ പാർലമെൻറ്റ് അറ്റാക്കില്ലേ 2001 പാർലമെൻറ്റ് അറ്റാക്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ച ഒരാളായിരുന്നു ഈ മസൂദ് അസറിൻ്റെ ഈ സഹോദരൻ. അപ്പോൾ ഇന്ത്യ ഈ ചെയ്ത അറ്റാക്കിൽ ഇന്ത്യ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം ഇന്ത്യയുടെ ഒഫീഷ്യൽ ആയിട്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ആരും ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു. അത് ആദ്യം പറഞ്ഞ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി എന്താ പറഞ്ഞത്, ഈ അറ്റാക്കിന്, അതായത് പെഹൽഗാമിൽ കൊല്ലപ്പെട്ട 28 ആൾക്കാർക്ക് എന്തായാലും നീതി ലഭിക്കും. പക്ഷേ ഇതിന് പുറകിൽ പ്രവർത്തിച്ച ഭീകരവാദികൾക്കും അതിനെ സപ്പോർട്ട് ചെയ്ത ഭീകരവാദ സംഘടനകൾക്കും ഞങ്ങൾ വ്യക്തമായ ഒരു മറുപടി നൽകും. അവർ എന്നേക്കും മറക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി നൽകും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. നേരെ മറിച്ച് പാകിസ്ഥാന് മറുപടി കൊടുക്കുന്നു എന്നല്ല പറഞ്ഞത്. പാകിസ്ഥാന് പങ്കുണ്ട് കേട്ടോ. പാകിസ്ഥാൻ ആർമിയൊക്കെയാണ് ഇവന്മാരെ വേണ്ട എല്ലാ സഹായങ്ങളും ISIയും ഇതൊക്കെയാണ് സഹായം ചെയ്തത്. പക്ഷേ നരേന്ദ്രമോദിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ കാര്യങ്ങളൊക്കെ വ്യക്തമായിരുന്നു. ആദ്യമുണ്ടല്ലോ, ഈ എല്ലാവരും കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ഇത്ര ഡിലേ എടുക്കുന്നത്. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ അത്രയും ദിവസം എന്തെടുക്കുകയായിരുന്നു എന്നുള്ള തരത്തിൽ രാഹുൽ ഗാന്ധി, ഇവിടുത്തെ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ ചീഫ് ഖാർഗെ വരെ ചോദിച്ചിരുന്നു ഇവിടെ എന്തെടുക്കുകയായിരുന്നു. ഇവർ ഒഫീഷ്യലി അവരുടെ ട്വിറ്റർ ഹാൻഡിൽസിലൊക്കെ ഉണ്ടല്ലോ, X ഹാൻഡിൽസൊക്കെ ഇവരെ ഒഫീഷ്യലി ഇമേജൊക്കെ പറഞ്ഞിട്ടുണ്ട്. കയാബ് എന്നൊക്കെ പറഞ്ഞിട്ട്, കയാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മൺ ഗോ മിസ്സിങ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അതായത് നരേന്ദ്രമോദിയുടെ തലയില്ലാത്ത പിക്ചർ, അതായത് അവർ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്ര മിസ്സിംഗ് ആണ്, ഇവിടെ ഇല്ല, ഇത്തരത്തിലൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ, അതായത് ഇത് ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നരേന്ദ്രമോദി, അതായത് മുന്നിൽ നിന്ന് പട നയിക്കേണ്ട ആളിനെ രാജ്യം ഇങ്ങനെ മിസ്സിംഗ് ആണ് തരത്തിലുള്ള ഒരു നറേറ്റീവ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സർവകക്ഷി സമ്മേളനം നടത്തിയില്ല ആ സമയത്ത്. അപ്പോൾ അതിൽ നരേന്ദ്രമോദി മിസ്സിംഗ് ആണ് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ അതൊന്നല്ല, ഇവന്മാർ ലോക ഉഡായിപ്പാണ്. പാകിസ്ഥാൻ എപ്പോഴെങ്കിലും പ്രതിരോധത്തിലാവുമ്പോൾ അതിനൊക്കെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ്സാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, 60 വർഷം രാജ്യം ഭരിച്ച പാർട്ടിയാണ്. ആ പാർട്ടിയാണ് പാകിസ്ഥാൻ പ്രതിരോധത്തിലാവുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ് ട്വീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, ആ ട്വീറ്റ് അന്താരാഷ്ട്ര തലത്തിൽ പോലും വൈറലായി. അതായത് പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം പ്ലാൻ ചെയ്ത് ഇന്ത്യൻ സർക്കാരാണ്. ഇന്ത്യൻ സർക്കാർ സ്പോൺസർഡ് അറ്റാക്കായിരുന്നു. മോദിക്ക് ബീഹാർ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് അത്തരത്തിലുള്ള ഒരു ഇത് പ്ലാൻ ചെയ്തത്. അവർ പറഞ്ഞ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിതീഷ് കുമാറാണ് ഈ ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാരിനെ താങ്ങി നിൽക്കുന്നത്. അപ്പോൾ അവിടെ BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവേണ്ടത് BJPയുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ നിതീഷ് കുമാർ ഈ വഖഫിൻ്റെ വിഷയത്തിലൊക്കെ ഇത് പിൻവലിക്കും. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ താഴെ വീഴുമെന്ന തരത്തിൽ നറേറ്റീവ് ഉണ്ടാക്കി ബീഹാറിലൊക്കെ. പക്ഷെ അതൊന്നുമല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഒരു ആൻറ്റി നാഷണൽ ഒരു അജണ്ടയാണ്, പ്രൊപ്പഗണ്ടയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒരിക്കലും, രാഹുൽ ഗാന്ധി തന്നെ പല വിഷയത്തിലും വിദേശത്ത് പോയിട്ടും ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ പോയി പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം ശരിക്കും രാഹുൽ ഗാന്ധിയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ ഒരു യോഗ്യതയില്ല. അതായത് നമ്മുടെ ബലാക്കോട്ടിലും ഇവിടെയൊക്കെ അറ്റാക്ക് നടത്തിയില്ലേ, പത്തനംതിട്ടയിലൊക്കെ ആ ഒരു ഇതിലൊക്കെ അറ്റാക്ക് നടത്തിയില്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ ഇവർ ഇവിടെ ചോദിച്ചില്ലേ,
ഇതിൻ്റെ തെളിവ് എവിടെ, വീഡിയോ ഫുട്ടേജ് എവിടെ, നിങ്ങൾ എന്തിൻ്റെ പിൻബലത്തിലാണ് നമ്മൾ അറ്റാക്ക് നടത്തിയെന്നൊക്കെ, സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്നൊക്കെ പറഞ്ഞ് തെളിവ് ചോദിച്ചു. ഇത്തവണ തെളിവ് ചോദിക്കാൻ പോലും അവസരം കിട്ടിയില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ, കാരണം എന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ ആൾക്കാർ തന്നെ ഇതിന് വീഡിയോ ഫുട്ടേജ് പുറത്ത് വിടുന്നു. പാകിസ്ഥാൻ ആർമീനെ ഒഫീഷ്യൽ കൺഫേം ചെയ്യുന്ന ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതായത് സിവിലിയൻസിൻ്റെ കാഷ്വാലിറ്റി ഉണ്ടായിരുന്നു. അത് ഈ അറ്റാക്ക് നടത്തി, അത് ഓപ്പറേഷൻ സിന്ദൂർ എക്സിക്യൂട്ട് ചെയ്ത് ആ പുലർച്ചെ എന്താണ് ഇന്ത്യ 2 മണിക്കും 3 മണിക്കും ഇടയിലാണ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തത്. അതിനുശേഷം പുലർച്ചെ ഒരു 7-8 മണിയാകുമ്പോൾ പാകിസ്ഥാൻ ഒഫീഷ്യലി പറഞ്ഞു ഇന്ത്യ നമ്മൾ അറ്റാക്ക് ചെയ്തു, അപ്പോൾ ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടായിരുന്നു, സിവിലിയൻസിന് ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം എന്താണ്, അവർ തന്നെ പുറത്തു വിട്ടു. പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് ഒരുപാട് വീഡിയോ പുറത്തു വിട്ടു, ഇന്ത്യ അറ്റാക്ക് ചെയ്തതിൽ നമ്മൾ ഇന്നൊക്കെ നാശനഷ്ടം ഉണ്ടായെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഇവിടെ പാകിസ്ഥാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഈ ബവൽപൂരിലെ എന്താ പറയുക ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റാക്ക് ചെയ്യുമെന്ന്. അവിടെ അറ്റാക്ക് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ മസൂദ് അസറിൻ്റെ ഫാമിലിയിൽ ഏകദേശം 14 പേർ കൊല്ലപ്പെട്ടു. അത് പാകിസ്ഥാൻ ഒഫീഷ്യലി സ്ഥിരീകരിച്ചു. മസൂദ് അസർ തന്നെ ഇത് സ്ഥിരീകരിച്ചു. അപ്പോൾ അതിൽ എന്താ പറയണ്ടത്, മസൂദ് അസറിൻ്റെ സഹോദരൻ അബ്ദുൽ റൌഫ് അസർ കൊല്ലപ്പെട്ടു. ഇത് വലിയൊരു നേട്ടമാണ്. നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇന്ത്യ ഹഫീസ് സയ്യിദിനെയും ഈ മസൂദ് അസറിനെയും പോലെ ആൾക്കാരെ വധിക്കുക, ഈ ടാർഗറ്റ്. ഇനി ഇൻ കേസ് എന്തെങ്കിലും മിലിറ്ററി ഓപ്പറേഷൻ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ടാർഗറ്റായിരിക്കും ഇന്ത്യ സെറ്റ് ചെയ്യുക. അതുമാതിരി തന്നെയാണ് അതായത് നമ്മൾ സംശയിച്ച പ്രകാരം തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യക്ക് ആവശ്യം എന്ന് വെച്ചാൽ അവിടുത്തെ സിവിലിയൻസിനെ കൊല്ലാനൊന്നും ഒരു ആഗ്രഹമില്ല. അത് പാകിസ്ഥാൻ ഇവിടെ നമ്മുടെ സിവിലിയൻസ് അവിടെ ഷെല്ലിങ്ങിൽ ഏകദേശം 13 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. പക്ഷേ ഇന്ത്യ അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ അല്ല ഇത് നോക്കുന്നത്. ഇന്ത്യക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇന്ത്യയിലോട്ട് ടെററിസ്റ്റുകളെ ട്രെയിൻ ചെയ്ത് ഇങ്ങോട്ട് അയച്ച് ഇവിടെ ഒരുപാട് ഇഞ്ചിഞ്ചായിട്ട് നമ്മുടെ വേട്ടയാടുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം. നമുക്കറിയാം ഇന്നലെ ബവൽപൂരിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റാക്ക് ചെയ്തില്ലേ, അത് ഏകദേശം 200-250 ഏക്കർ സ്ഥലമുള്ള സ്ഥലം ഇതാണ്. അപ്പോൾ അവിടെ വെച്ചാണ് ഈ അജ്മൽ കസവും ഡേവിഡ് കോൾമാൻ ഹെഡിലേക്കല്ല മുംബൈ ഭീകരാക്രമണം, മുംബൈ ടെറർ അറ്റാക്കിലെ ആൾക്കാരൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. ഇവർക്ക് ട്രെയിൻ ചെയ്തത്, അതായത് ട്രെയിൻ ചെയ്ത തീവ്രവാദികളായിട്ട് പുറത്തു വന്നത് ഈ സ്ഥലത്ത് വെച്ചാണ്. അതാണ് ഇന്നലെ ഭസ്മമാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല, മസൂദ് അസറൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല, അതായത് പാകിസ്ഥാൻ ISC പോലും എക്സ്പെക്ട് ചെയ്തില്ല ഇവിടെ കയറി ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നു. അത്തരത്തിലുള്ള കേന്ദ്രത്തിൽ കയറിയാണ് അറ്റാക്ക് ചെയ്തത്. കറക്റ്റ് അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ പിക്ചറൊക്കെ കണ്ടില്ലേ, കറക്റ്റ് ബോംബ് വീണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചുറ്റളവിൽ അത് ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ പോലും ഒരു ഡാമേജ്, അതായത് സിവിലിയൻസിൽ പോലും മറ്റൊരാൾക്ക് ഡാമേജ് ഇല്ലാത്ത തരത്തിലാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഇന്ത്യ എപ്പോഴും ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇങ്ങോട്ട് ആരും കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി നമ്മുടെ മാന്തി പൊളിക്കും. ഇത് പണ്ടത്തെ മാതിരിയല്ല, മൻമോഹൻ സിംഗിൻ്റെയും നെഹ്റുവിൻ്റെ ഒന്നും ഇന്ത്യ അല്ല ഇത് ഭരിക്കുന്നത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. ഇങ്ങോട്ട് എന്താ പറയേണ്ടത്, ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ 1000 ബോംബ് അങ്ങോട്ടിടും, ഒരു സംശയമില്ല. ഇവിടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഭൂമിയിൽ കയറി അടിക്കുന്നത് മാത്രമല്ല, ഇന്നലെ 9 സ്പോട്ട് കറക്റ്റ് ലാറ്റം ലോഞ്ചും സ്പോട്ട് ചെയ്ത് കറക്റ്റ് തീവ്രവാദികളുടെ ട്രെയിനിങ് സെൻറ്റർ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ, പിന്നെ ഹിസ്ബുൾ മുജാഹിദ്, ഇത്തരം തീവ്രവാദികളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇന്ത്യയിലോട്ട് വിടുന്ന ആൾക്കാരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെ കയറി പണിതു. ഒന്ന് ആലോചിച്ചൊക്കെ, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ, അതായത് പാകിസ്ഥാൻ ഗവൺമെൻറ് പാകിസ്ഥാൻ ആര് ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. ആ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കയറി ഇന്ത്യ അറ്റാക്ക് ചെയ്തപ്പോൾ അവരൊരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അതായത് അത്തരത്തിലെ പണിയാണ് കൊടുത്തത്. എന്തിനാലും മസൂദ് അസറിൻ്റെ ഫാമിലിയുള്ള 14 പേർ കൊല്ലപ്പെട്ടു. സ്വന്തം അനുജൻ കൊല്ലപ്പെട്ടപ്പോൾ ഉണ്ടല്ലോ നിലവിളിയായിരുന്നു. നിലവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയും കൂടി അങ്ങോട്ട് എടുക്കുക അള്ളാന്ന് പറഞ്ഞിട്ടുള്ള നിലവിളിയായിരുന്നു. അപ്പോൾ എന്തിനാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറ്റാക്ക് നമ്മൾ പ്രതീക്ഷിക്കാം. പാകിസ്ഥാൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഇന്ത്യയുടെ പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് നാശനഷ്ടങ്ങൾ, പാകിസ്ഥാൻ ഭസ്മമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റേ വീഡിയോ കാണാം.